ഹായ് ഫ്രണ്ട്സ്, അലീനയുടെയും മനുവിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാജയും ശിവനും കൂടെ കൊല്ലപ്പള്ളിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും കമല വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അല്ല ശിവേട്ട, എന്തായി കാര്യങ്ങളൊക്കെ? സംഭവമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അവളെ നിങ്ങൾ തട്ടിക്കൊണ്ട് പോയതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും രണ്ടുപേരും ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറുകയാണ്. അപ്പം ബബിത പറയുന്നുണ്ട്, അത് വേണ്ടായിരുന്നു അങ്കിളെ, അച്ഛൻ അറിഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അന്ന് തന്നെ അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അച്ഛൻ ഉണ്ടാക്കിയത്. ഈ ഒരു സംഭവം അറിഞ്ഞാൽ അച്ഛൻ അടങ്ങിയിരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് വേണ്ടിയിരുന്നില്ല, വെറുതെ പ്രശ്നങ്ങളൊക്കെ വഷളാകുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരുന്നേടി. അവളുടെയൊക്കെ അഹങ്കാരത്തിന് ഇങ്ങനെയുള്ള തിരിച്ചടികൾ തന്നെയാണ് കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ അവൾ ആരാന്ന അവളുടെ വിചാരം? എവിടുന്നോ വലിഞ്ഞു കയറി വന്നവളാ. ഏതോ ഒരു പിഴച്ച സ്ത്രീക്കുണ്ടായ മോളാ അവള്. എന്നിട്ട് അവളെയൊക്കെ കയറ്റി നമ്മുടെ വീട്ടിൽ ഇരുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? അങ്ങൾ ചെയ്ത് തന്നെയാ ശരി എന്നൊക്കെ തന്നെ രോഹിത് പറയുകയാണ്. ഇവരോടൊന്നും പറയാതെ തന്നെ അവരകത്തേക്ക് കയറുകയാണ്. രോഹിത് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടും അവർക്കൊന്നും തന്നെ തിരിച്ചു പറയാൻ പറ്റുന്നില്ല. ഒന്നും മിണ്ടാതെ തന്നെ അവർ രണ്ടുപേരും അകത്തോട്ട് കയറി പോകുന്നുണ്ട്. ശിവന്റെ പുറകെ ചെന്നിട്ട് കമല ചോദിക്കുന്നുണ്ട്, അല്ല ശിവേട്ട, അവളെ നിങ്ങൾ എവിടെയാണ് താമസിപ്പിച്ചേക്കുന്നത്? അവളെ ഇനി അവിടുന്ന് രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. അവളെ എവിടെയെങ്കിലും ആൾതാമസമില്ലാത്ത ഏതെങ്കിലും ഒരു കാട്ടിനകത്ത് കൊണ്ടുപോയി തള്ളുക ചെയ്യേണ്ടെന്നൊക്കെ പറയുക കേട്ടോ. അപ്പോഴേക്കും ഹാളിൽ നിൽക്കുന്ന രോഹിത് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അതെ, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അവളെ കൊല്ലുക തന്നെ വേണം. പുറം ലോകം അറിയാതെ അവളുടെ കഥ അങ്ങ് കഴിക്കണം. അവള് വീട്ടിലോട്ട് വന്നേ പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അച്ഛനും അമ്മയും തമ്മിലുള്ള എല്ലാ പ്രശ്നത്തിനും അവൾ ഒറ്റൊരുത്തിയ കാരണം. അവർ രണ്ട് തട്ടിലായതും അവള് കാരണമല്ലേ. അതുകൊണ്ട് അവളെ പോലും ഒരുത്തിയ ഇനി ആ വീട്ടിൽ ആവശ്യമില്ല. അവളെ കൊല്ലാൻ പറ്റുവാണെങ്കിൽ കൊന്നു തന്നെ കളയണം. അതുപോലെ ഞങ്ങൾ എല്ലാവരും അവളെ വെറുക്കുന്നത്. അവളോട് തീരാത്ത ദേഷ്യമുണ്ട് എന്നൊക്കെ നമ്മുടെ രോഹിത് പറയുകയാണ്. രോഹിത് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും രാജീവൻ പറയുന്നുണ്ട്, ഏയ് അതൊന്നും വേണ്ട. അവളെ ഞങ്ങൾ തട്ടിക്കൊണ്ട് പോയതൊക്കെ ശരിയായിരുന്നു. അവൾ എവിടെയാണെന്നുള്ളത് ബാലേന്ദ്രൻ കണ്ടുപിടിച്ചു. രോഹിത് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിലേ നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ അവളെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്? ഇവളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണോ നിങ്ങൾ കൊണ്ടുപോയി ഒളിപ്പിച്ചത്? എന്നാൽ ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി അങ്കിളെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, ആ അതെന്താ സംഭവിച്ചെന്നൊക്കെ നാളെ വിശദമായിട്ട് പറയാം. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും നല്ല ടയേർഡാ, ഞങ്ങളൊന്ന് കിടക്കട്ടെ. എന്തായാലും ഇതേക്കുറിച്ചൊക്കെ നാളെ സംസാരിക്കാമെന്ന് തന്നെ പറയുക കേട്ടോ. അപ്പോൾ ഒരു സംശയത്തോടെ തന്നെ ഭവിതയും ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിലേ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് പോവും, ഞങ്ങൾക്കൊരു സമാധാനം ഇല്ലല്ലോ. അച്ഛൻ നിങ്ങളെ ഉപദ്രവിക്കുകയെല്ലാം ചെയ്തോ എന്നിങ്ങനെ ഭവിത ചോദിക്കുമ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, ഇല്ല, അങ്ങനെയൊന്നും അയാൾ ചെയ്തില്ല. എന്തായാലും നാളെ ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ മോളെ. ഞങ്ങളിപ്പോൾ വല്ലാതെ ടയേർഡായി, ഞങ്ങളൊന്ന് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ശിവൻ ബെഡ്റൂമിലോട്ട് കയറി പോവുകയാണ്. കമല എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ടല്ലോ. അവരുടെ മുഖം കണ്ടിട്ടേ കാര്യമായി എന്തോ സംഭവിച്ചായിട്ട് തോന്നുന്നുണ്ട്. രണ്ടുപേരുടെ മുഖത്തും ഒരു തെളിച്ചമില്ലല്ലോ. അവൾ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്നാ തോന്നുന്നത് എന്നിങ്ങനെ നമ്മുടെ കമല പറയാട്ടോ. അപ്പോൾ ബബിതയും രോഹിത്തും ഇങ്ങനെ വിഷമിച്ചാലോചിച്ച് നിൽക്കുകയാണ്. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെ കമല ശിവന്റെ മുറിയിലോട്ട് കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് ബബിത പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കേണ്ടെന്ന്. അച്ഛൻ അറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാമല്ലോ. അച്ഛൻ അറിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞതല്ലേ. അച്ഛൻ ഇപ്പം നോർമലല്ല. അച്ഛൻ ഒരു സൈസ് ഭ്രാന്ത് പിടിച്ച പോലത്തെ അവസ്ഥയിലാണ് ആ അലീനയ്ക്ക് വേണ്ടി. ഇനിയിപ്പോൾ അങ്കിൾമാരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. നമുക്ക് കൃഷ്ണമോളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, വേണ്ട വേണ്ട, അവളെ ഒന്നും വിളിക്കണ്ട. അവൾ ഒരിക്കലും സത്യമൊന്നും പറയാൻ പോകുന്നില്ല. അവൾക്ക് ഏതു നേരം അലീനെ താങ്ങി നടക്കലാണല്ലോ ജോലി. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും അവൾ അതൊന്നും കേൾക്കാൻ പോകുന്നില്ല. ഇനി അഥവാ നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അവൾ അത് അക്ഷരം തെറ്റാതെ അച്ഛൻ്റെ ചെവിയിൽ എത്തിക്കുകയും ചെയ്യും. വെറുതെ അവളെ വിളിച്ച് നാണം കെടാൻ നിൽക്കേണ്ടെന്നൊക്കെ തന്നെ രോഹിത്തും ഭവതിയോട് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. എന്നിട്ട് കമല ശിവന്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്? നിങ്ങളുടെ മുഖത്തെന്താ ഒരു വല്ലാത്ത വിഷമം പോലെ? എന്താ സംഭവിച്ചത്? അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? അവളെ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. ഇനി അവളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാകില്ലല്ലോ എന്നൊക്കെ ഓർത്ത് സമാധാനമായിട്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഉള്ള സമാധാനം കൂടെ പോവുകയാണല്ലോ ചെയ്തത്. എന്താ അവിടെ ഉണ്ടായെന്നൊക്കെ തന്നെ ചോദിക്കാം കേട്ടോ. അപ്പൊ ശിവൻ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഇനി കൂടുതൽ ചോദിക്കണ്ട. ഇനിയിപ്പോൾ നമ്മളായിട്ട് ആ കൊച്ചിനെ ദ്രോഹിക്കാനും പോകണ്ട. വെറുതെ എന്തിനാ? അയാൾക്ക് വിവാഹത്തിന് മുമ്പുണ്ടായ ഒരു അബദ്ധമല്ലേ, അതങ്ങനെ അങ്ങ് കണ്ടാ മതി. ഇത്രയും നാളും ആ കുട്ടിയെ നോക്കാൻ ആളുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നുമില്ല. ഇപ്പൊ ആ കുട്ടിയെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് അയാൾ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കുന്നത്. അയാൾ ഇനി എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, നമ്മൾ അയാളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാനൊന്നും പോകണ്ട. അത് അയാളുടെ മകളാണെങ്കിൽ അയാളുടെ വീട്ടിൽ അയാൾ അതിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ നമുക്ക് എന്തിനും പറയാൻ പറ്റുമോ കമലേ? അയാൾക്ക് ഇഷ്ടമുള്ള പോലെ എന്നാന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഇനി ഇതിന്റെ പിന്നാലെ ഒന്നും പോകണ്ട എന്നിങ്ങനെ ശിവൻ പറയുമ്പോഴേക്കും, പിന്നാലെ പോകണ്ടെന്നോ? അല്ല, നിങ്ങൾ എന്ത് വർത്താനം ഈ മനുഷ്യ പറയുന്നത്? അയാൾ ചെയ്ത തെറ്റുകളൊക്കെ നിങ്ങൾ ആങ്ങളമാർ മൂന്നുപേരും ക്ഷമിച്ചോ? നിങ്ങളുടെ പെങ്ങളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അയാൾക്ക് അവിഹിതത്തിലുണ്ടായ കൊച്ചാണ് അലീന എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഉള്ളപ്പോൾ അയാൾ കഴിഞ്ഞ 23 വർഷം വൈജയെ ചതിക്കുകയല്ലായിരുന്നോ? അതിനെ അങ്ങനെ നിസ്സാരമാക്കി തള്ളിക്കളയാൻ പറ്റുമോ? വൈജ ഇതൊക്കെ എങ്ങനെ സഹിക്കുമെന്നാ നിങ്ങൾ ഈ പറയുന്നത്?
അയാളുമായിട്ട് വൈജി ഇനി ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പോകുന്നില്ല. അറിയാലോ വൈജയുടെ സ്വഭാവം. അലീന ആ വീട്ടിലില്ലായിരുന്നെങ്കിൽ എന്ത് വന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് പോയേനെ. ഇനിയിപ്പോൾ അലീനെ അയാൾ ആ വീട്ടിൽ തന്നെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വൈജ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകും തോന്നുന്നില്ല. അലീനയുള്ള വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു ചെല്ലില്ല എന്ന് വൈജേച്ചി നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ശിവേട്ടാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഇത് അവളുടെയും കൂടെ വീടല്ലേ, അവളിവിടെ താമസിക്കട്ടെ, അവളെ ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പൊ കമലയുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുക്കുകയാണ്. ആ നോക്കും, സ്വന്തമായിട്ട് അങ്ങ് നോക്കിയാൽ മതി, എന്നെ കൊണ്ട് വയ്യ. വൈജി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ അമ്മയെ പോലും എനിക്ക് നോക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ അവര് അങ്ങ് കാടപ്പാട്ടൂർ വീട്ടിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ടിപ്പോ വൈജി ഇവിടെ കൊണ്ടുവന്ന് നോക്കാനാണോ നിങ്ങൾ പറയുന്നത്? അതൊന്നും ശരിയാവില്ല ശിവേട്ട എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശിവൻ പറയുന്നു, പോകരുത്, നീ എന്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ, എന്റെ മുമ്പിൽ നിന്ന് മാറി പോകാൻ നോക്ക്. ഞാൻ ആകെപ്പാടെ ദേഷ്യത്തിലാണ്, എനിക്ക് ആകെ സമനില തെറ്റിയിരിക്കുക, ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇരിക്കുക. തൽക്കാലം നീ എന്റെ മുമ്പിൽ നിന്ന് പോ കമലെ എന്നൊക്കെ തന്നെ ശിവൻ കമലയുടെ നേർക്ക് ദേഷ്യപ്പെടുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിലും ഈ സമയത്ത് ഉണർന്നിരിക്കുക തന്നെയാണ്. കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് മുത്തശ്ശിക്ക് അറിയാമല്ലോ. മുത്തശ്ശിയോട് കമലയും ബബിതയും രോഹിത്തും അവരാരും ഒന്നും തന്നെ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടോണ്ട് അതുകൊണ്ട് തന്നെ മുത്തശ്ശി റൂമിൽ ഇരുന്നോണ്ട് കമലേ ഇങ്ങോട്ടേക്ക് വന്നേടി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരത്തേക്ക് കമല അങ്ങോട്ടേക്ക് ചെന്നിട്ട് മുത്തശ്ശിയുടെ നേർക്ക് 2 ചാട്ടം ചാടുന്നുണ്ട്. എന്താ അമ്മേ നിങ്ങൾക്ക് ഇപ്പൊ എന്നതാ വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, എന്താടി അവിടെ പ്രശ്നം, അവിടെ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടല്ലോ, എന്താ സംഭവിക്കുന്നത് ഇവിടെ, നിങ്ങൾ എന്നോടും കൂടി ഒന്ന് പറയടി എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും കമല പറയുന്നുണ്ട്, എന്റെ പൊന്നമ്മേ അത് വേറൊന്നുമല്ല, ആ അലീന എന്ന് പറഞ്ഞവളുണ്ടല്ലോ, ആ പിഴച്ചവള്, അവളെ ശിവേട്ടനും രാജുവും കൂടെ തട്ടിക്കൊണ്ടുപോയി എവിടെയോ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ സ്ഥലം ബാലചന്ദ്രൻ കണ്ടുപിടിച്ചു എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല അമ്മ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി കമലയോട് ചോദിക്കുന്നുണ്ട്, തട്ടിക്കൊണ്ടു പോയെന്നോ, അലീനയെയോ? എന്തിനാടി അലീനയോട് ഇങ്ങനെയുള്ള ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്നത്? ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ അവളെ ഇങ്ങനെ എല്ലാവരും തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുന്നതെന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പം കമല പറയുന്നുണ്ട്, എന്ത് തെറ്റാ ചെയ്തെന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ലേ? അമ്മയുടെ മോളുടെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ ശിവേട്ടനും രാജീവും ഒക്കെ കൂടിയിട്ട് അവളെ തട്ടിക്കൊണ്ട് പോയത്. അവൾ അങ്ങോട്ടേക്ക് വന്നേ പിന്നാണല്ലോ ബാലേന്ദ്രനും വൈജിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. തട്ടിക്കൊണ്ട് പോയിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ബാലചന്ദ്രൻ അവളുള്ള സ്ഥലം കണ്ടുപിടിച്ചു. കയറി വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, രണ്ടുപേരുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല. ബാലചന്ദ്രന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിയോന്ന് അറിയില്ല. എന്തായാലും രണ്ടുപേരും കാര്യങ്ങളൊന്നും വിട്ടു പറഞ്ഞിട്ടുമില്ല എന്നൊക്കെ തന്നെ കമല പറയുന്നുണ്ട്. രണ്ടുപേരും നല്ല ദേഷ്യത്തില, ഇപ്പൊ ഇതേക്കുറിച്ച് ഒന്നും സംസാരിക്കേണ്ടെന്നൊക്കെ തന്നെയാ ശിവേട്ടൻ പറയുന്നത്. അലീനയെ ബാലേന്ദ്രൻ വീണ്ടും കടപ്പാട്ടൂർ വീട്ടിലേക്ക് തന്നെയാ കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, വൈജി ഇനി അങ്ങോട്ടേക്ക് പോകുന്നുള്ള കാര്യം സംശയമാണ്. അലീനെ അയാൾ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. അലീനയുള്ള വീട്ടിൽ ഇനി ഒരിക്കലും തിരിച്ച് ചെല്ലുകയില്ലെന്നാണല്ലോ വൈജ പറഞ്ഞിട്ട് വന്നത്. അലീന അവിടെ നിൽക്കുന്നിടത്തോളം കാലം വൈജ അങ്ങോട്ടേക്ക് പോയില്ലെങ്കിൽ വൈജ ഇവിടെ താമസിക്കേണ്ടി വരും. ഇനിയിപ്പോ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ളത് കണ്ടറിഞ്ഞ് തന്നെ കാണണം. വൈജയെ നേരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നാൽ എന്ത് ചെയ്യും? അവളെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ ഇവിടെ എന്നിങ്ങനെ നമ്മുടെ കമല ചോദിക്കാട്ടോ. അപ്പൊ മുത്തശ്ശി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നശിച്ചവളുടെ ശല്യം ഇന്നുകൊണ്ട് തീർന്നല്ലോ എന്നൊക്കെ ഓർത്ത് സമാധാനത്തിലിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. മനു ഇതിനെല്ലാത്തിനും കാരണം. എന്നിട്ട് അവനും അവളുടെ പിന്നാലെ ഒലിപ്പിച്ച് നടക്കുക. എന്നിട്ട് കമല മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി വൈജ പറഞ്ഞ പോലെ ഇനി മനുവിന് അലീനയോട് എന്തെങ്കിലും സ്നേഹമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുളയിലെ തന്നെ നുള്ളിക്കളയണം. അങ്ങനെ ഒരു നശിച്ചവളെ ഈ വീട്ടിലോട്ട് കയറ്റാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് തന്നെ നമ്മുടെ കമല മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ ഈശ്വര, ഞാനിനി എന്തൊക്കെ കാണണം, എന്തൊക്കെ അനുഭവിക്കണം, എൻ്റെ ഈശ്വര, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പം വരുത്തല്ലേ, എല്ലാം ഒന്ന് കലങ്ങി തെളിയണേ എന്നൊക്കെ തന്നെ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ബബിത ഒരുങ്ങി ഇറങ്ങി പോകുന്നത് ശിവൻ കാണുകയാണ്. അല്ല മോൾ ഇതിപ്പോൾ രാവിലെ തന്നെ എങ്ങോട്ടേക്ക് പോകുന്നത് എന്നിങ്ങനെ ശിവൻ ചോദിക്കുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, അത് പിന്നെ അങ്കിളെ, എനിക്ക് 2 ദിവസം ലീവാ. എന്തായാലും 2 ദിവസം അമ്മയ്ക്ക് ബൈസ്റ്റാൻഡറായിട്ട് ഞാൻ നിന്നോളാം ഹോസ്പിറ്റലിൽ. അമ്മയ്ക്ക് ഞങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ആവുമല്ലോ എന്നിങ്ങനെ ബബിത പറയുകയാണ്. അപ്പൊ ശിവൻ പറയുന്നുണ്ട്, അത് വേണ്ട മോളെ, ഇന്ന് അവിടെ അലീനയാ നിൽക്കുന്നത്. അലീനയോ? അവൾ ആരാ എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ? അങ്കിളുമാർക്ക് പറഞ്ഞുകൂടായിരുന്നോ അവള് ഹോസ്പിറ്റലിൽ നിൽക്കണ്ടെന്നുള്ള കാര്യം? അവൾ എന്തിനാ അമ്മയുടെ അടുത്തേക്ക് വരുന്നത്? അവളങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവളെ പിടിച്ചിറക്കി വിടണ്ടായിരുന്നോ? അവൾ കാരണം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ തന്നെ ഉണ്ടായെന്നൊക്കെ ദേഷ്യപ്പെട്ട് പറയുകയാണ് കേട്ടോ. അപ്പൊ കമലയും ബബിത പറഞ്ഞതിനെ ശരിവെച്ച് പറയുന്നുണ്ട്, അത് ശരിയല്ലേ ശിവേട്ട, നിങ്ങൾ എന്തിനാ അതിനൊക്കെ സമ്മതിച്ചു കൊടുത്തത്? അവളെ ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് അടുപ്പിക്കാൻ പാടില്ലായിരുന്നു. വൈജിക്ക് ബൈസ്റ്റാൻഡറായിട്ട് ഒരിക്കലും അവൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഗോവർദ്ധന്റെ വൈഫല്ലേ അവിടെ ബൈസ്റ്റാൻഡറായിട്ട് നിന്നോണ്ടിരുന്നത്. പിന്നെ ഇവളെ എന്തിനാ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി നിർത്തുന്നേ? വൈജിക്കാണെങ്കിൽ അവളെ കാണുന്ന പോലും ഇഷ്ടമല്ല. ഇങ്ങനൊരു അവസ്ഥയിൽ പോലും അവളെ വേദനിപ്പിക്കുന്നത് ശരിയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശിവൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്.
എന്തായാലും 2 ദിവസം ബബിതയ്ക്ക് ലീവല്ലേ, അപ്പൊ ബബിത തന്നെ പോയി നിൽക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് കമല. അപ്പൊ ശിവൻ പറയുന്നുണ്ട്, അത് പിന്നെ വേറൊന്നും അല്ല, ആ പെണ്ണ് എന്തോ GDA കോഴ്സോ അങ്ങനെ എന്തോ പഠിച്ചിട്ടുണ്ട് അത്രേ. വൈജിയെ പരിചരിക്കാനൊക്കെ അവൾക്ക് അറിയാന്ന് പറഞ്ഞു. അവിടെ നിൽക്കുന്നവർക്കും അതൊരു സഹായം ആവുമല്ലോ എന്ന് കരുതിയിട്ടാ അവളെ അവിടെ നിൽക്കാൻ സമ്മതിച്ചത്. ഇതിനൊക്കെ ഒരു പ്രത്യേക കോഴ്സ് തന്നെ ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് തന്നെ. അങ്ങനെ കോഴ്സ് പഠിച്ച ഒരാളുണ്ടെങ്കിൽ വൈജിക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമല്ലോ. അതുകൊണ്ടാണ് അവൾ അവിടെ നിൽക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചതെന്ന് പറയുകയാണ്. പെട്ടെന്ന് അലീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴേക്കും കമലയ്ക്ക് ഒരു സംശയമാവുന്നുണ്ട്. കമല ചോദിക്കുന്നുണ്ട്, അല്ല രാജീവേ, ശിവേട്ടൻ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തിനാ അവളെ നിർത്തുന്നേ? അവൾ ആരാ വൈജയുടെ? ബാലചന്ദ്രന്റെ അവിഹിത സന്തതിയല്ലേ അലീന? അവളെ വൈജയുടെ അടുത്ത് നിർത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വൈജിക്കാണെങ്കിൽ അവളെ കണ്ണെടുത്താൽ കണ്ടൂടാ. ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും അവൾക്ക് അവിടെ ഒരു സമാധാനം കൊടുക്കില്ലെന്നാണ് അവള് പറയുന്നത്. അവളെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടണം രാജീവ. അവളെ അവിടെ നിർത്താൻ പാടില്ല എന്നൊക്കെ തന്നെ കമല പറയുമ്പോഴേക്കും രാജീവ് പറയുന്നുണ്ട്, അത് ഞങ്ങൾ പറഞ്ഞായിരുന്നു കമലേട്ടത്തി. പക്ഷെ അവിടെ നിൽക്കുന്ന സിസ്റ്റേഴ്സും പറഞ്ഞു അലീനയ്ക്ക് ഏതാണ്ടൊക്കെ അറിയാവുന്ന. അതുകൊണ്ട് വൈജിക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവൾ നിൽക്കുവാണെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ആവുമെന്നും പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ആകട്ടെ, നമുക്ക് നമ്മുടെ പെങ്ങളല്ലേ വലുത് എന്ന് ഓർത്തിട്ട് തന്നെയാണ് അവിടെ നിർത്തിയേക്കുന്നത്. ഇനിയിപ്പോൾ അധിക ദിവസമൊന്നും അവിടെ കിടക്കേണ്ടി വരില്ലായിരിക്കും. ഇനിയിപ്പോൾ അലീനെങ്കിൽ അലീന, ആരെങ്കിലും ഒരാൾ നിന്നാൽ മതിയല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും എല്ലാവർക്കും വീണ്ടും സംശയമാവുന്നുണ്ട്. അപ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട്, ഇതൊന്നും അല്ല കാര്യം, എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ അവളെ കാണുമ്പോൾ കടിച്ചു കയറാൻ നിന്നവരാ നിങ്ങൾ. അവളോട് നിങ്ങൾക്ക് തീർത്താ തീരാത്ത ദേഷ്യവും പകയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലത്തെ സംഭവത്തോടു കൂടി നിങ്ങൾക്കൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചെന്നുള്ളത് നിങ്ങളെങ്കിലും ഒന്ന് തുറന്നു പറ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവർ ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവാം. അപ്പോൾ രോഹിതും ബബിതയും കൂടിയിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് അമ്മയുടെ അടുത്തോട്ട് ഞങ്ങൾ പോവുകയാണ്. ഇന്ന് അമ്മയുടെ കൂടെ ഞങ്ങൾ നിന്നോളാം. അവളങ്ങോട്ടേക്ക് വരട്ടെ, അവളെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് ഞങ്ങൾക്കറിയാം. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾക്ക് എന്നൊക്കെ തന്നെ രോഹിത് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവർ പോകാൻ ഇറങ്ങുമ്പോഴേക്കും ശിവൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ പോകേണ്ട ഒരാവശ്യമില്ല, അതുകൊണ്ട് നിങ്ങളിപ്പോൾ പോകണ്ട, നിങ്ങളവിടെ നിൽക്കുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും അമ്മേനെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങുകയാണ്. രാജീവും ശിവനും പരസ്പരം നോക്കിയിട്ട് മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. സത്യാവസ്ഥ ഇവരോട് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒരക്ഷരം പോലും പറയാൻ വയ്യാതെ അവർ പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. കമല എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത് നിങ്ങൾക്ക്? രണ്ടുപേരും ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവർ വൈജയുടെ അടുത്തോട്ട് പോകുന്നതിന് നിങ്ങൾ എന്തിനാ തടയാൻ നോക്കുന്നേ? വൈജയുടെ പിള്ളേരല്ലേ അത്, അവരുടെ അമ്മയെ പോയി കാണട്ടെ, അതിനിപ്പോൾ നിങ്ങൾ എന്തിനാ തടസ്സം പറയുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും പിന്നെ അവളെ അവിടെയും കാണി കണ്ട ഇവർ വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്തോളും. ഇവർക്ക് അവളോടുള്ള ദേഷ്യമൊക്കെ ഹോസ്പിറ്റലാന്ന് പോലും വിചാരിക്കാതെ ഇവർ കാണിച്ചോളും എന്നൊക്കെ തന്നെ പറയുക. എനിക്ക് പോലും അവളെ കാണുന്നതേ വെറുപ്പാ, പിന്നല്ലേ വൈജയുടെ കാര്യം. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ആ ശല്യത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ വൈജിക്ക് ഇനി സ്വസ്ഥത കിട്ടുകയുള്ളൂ എന്നൊക്കെ തന്നെ കമല പറയുകയാണ്. പക്ഷെ അന്നേ ദിവസം അലീന വൈജിക്ക് ബൈസ്റ്റാൻഡറായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. തലേദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവൾക്ക് വല്ലാത്തൊരു മനപ്രയാസമായിരുന്നു. വല്ലാതെ അവൾ വിഷമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൽക്കാലം ഇന്ന് എന്തായാലും നീ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, അവിടെ സുലോചനയും ഗോവർദ്ധനും ഒക്കെ ഉണ്ട്, അവർ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഭവിത രോഹിത് അവിടെ ചെല്ലുമ്പോഴേക്കും അലീനെ അവിടെ കാണുന്നൊന്നുമില്ല കേട്ടോ. ചെറിയ രീതിക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവളെ അവിടെ നാണം കെടുത്തണം എന്നൊക്കെ ഓർത്തിട്ടാണ് അവരങ്ങോട്ടേക്ക് ചെന്നത്. പക്ഷെ അതൊന്നും തന്നെ നടന്നുമില്ല. അങ്ങനെ 2 ദിവസം കഴിയുമ്പോഴേക്കും അലീന ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ വരെ പോകണം, അമ്മയൊന്നും കാണണം, 2 ദിവസം ആയില്ല അമ്മയെ കണ്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോളെ സ്കൂളിലോട്ട് പോകാൻ ഇറങ്ങുമ്പോഴേക്കും തന്നെ അലീന റെഡിയായിട്ട് വരികയാണ്. അങ്ങനെ ബാലചന്ദ്രൻ കൃഷ്ണമോളെ സ്കൂളിലാക്കി വെച്ച് അലീനയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലും വിടുകയാണ്. ബാലചന്ദ്രൻ അലീനയെ ഹോസ്പിറ്റലിൽ ഇറക്കി വിട്ടിട്ട് വൈജനെ ഒന്നും കാണാൻ പോലും കൂട്ടാക്കാതെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോഴേക്കും അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇതുവരെ വന്നിട്ട് അമ്മയെ കാണാതെ പോവുകയാണോ എന്ന്. അതിൻ്റെ ആവശ്യമില്ല മോളെ, ഇപ്പം എനിക്ക് അവളെ കാണാൻ തോന്നുന്നില്ല, മോൾ എന്തായാലും പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് തന്നെ ബാലേന്ദ്രൻ ഷോപ്പിലേക്കൊക്കെ പോവുകയാണ് കേട്ടോ. അലീന അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ അവിടെ ഗോവർദ്ധൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. മോള് വന്നോ? ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോവാം, സമയം ഇപ്പോൾ ഒരുപാടായില്ലേ, പോയിട്ട് കുറേ അധികം പണികളൊക്കെ ചെയ്യാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് തന്നെ അലീന എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് അവർ പോവുകയാണ് വീട്ടിലോട്ട്. അങ്ങനെ അലീന അകത്തോട്ട് ചെല്ലുമ്പോഴേക്കും വൈജ രൂക്ഷമായിട്ട് തന്നെ അലീനയെ നോക്കുന്നുണ്ട്. അലീന വൈജയുടെ അരികത്തേക്ക് വന്നിട്ട് അവിടെ നിൽക്കുന്ന നേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ മേഡത്തിന് എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇപ്പൊ കുറവുണ്ട്, ആദ്യത്തെ ദിവസം ഇവിടെ കൊണ്ടുവന്നപ്പം കിട്ടുമെന്ന് പോലും പ്രതീക്ഷിച്ചല്ലായിരുന്നു, എന്തായാലും അതൊക്കെ വെച്ചിട്ട് ഇപ്പൊ കുറേ അധികം ബെറ്റർ ആയിട്ടുണ്ടെന്ന് തന്നെ നേഴ്സ് പറയുകയാണ് കേട്ടോ. എന്നിട്ട് നേഴ്സ് അലീനയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളുടെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, മോളെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ട് പോയെന്നോ എന്തൊക്കെയോ പ്രശ്നങ്ങളായെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ, പോലീസുകാരൊക്കെ ഇവിടെ വന്ന് അന്വേഷിച്ചായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അലീന ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് കേട്ടോ.
അപ്പോൾ ആ നേഴ്സ് പറയുന്നുണ്ട്, സാരമില്ല മോളെ, എന്ത് ചെയ്യാനാ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അല്ല, കുടുംബക്കാർ തന്നെയല്ലേ കൊണ്ടുപോയത്, എന്തായാലും ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ ദൈവഭാഗ്യം എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന വൈജനെ നോക്കിയാണ് കേട്ടോ. അപ്പോൾ വൈജ രൂക്ഷമായിട്ട് തന്നെ അലീനയും നേഴ്സിനെയും മാറി മാറി നോക്കിയാണ് കേട്ടോ. അപ്പോൾ നേഴ്സ് പറയുന്നുണ്ട്, മോള് മേഡത്തിന്റെ മകളല്ലേ, സാറിന് വേറെ ഭാര്യയിലുണ്ടായ മോളല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സാരമില്ല മോളെ, ഇതിലും വലിയ എന്തൊക്കെ പ്രശ്നങ്ങളാ ഓരോ വീട്ടിൽ നടക്കുന്നത്. രണ്ടാനമ്മമാരായാലേ അങ്ങനെ തന്നെയാ. മോള് നല്ലപോലെ പഠിച്ച് നല്ലൊരു ജോലി മേടിച്ച് ഇവരുടെയൊക്കെ മുമ്പിൽ രക്ഷപ്പെടാൻ നോക്ക്, അതായിരിക്കും മോക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നേഴ്സ് അവിടുന്ന് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് വൈജയുടെ കാര്യങ്ങളൊക്കെ അലീന നോക്കുകയാണ്. ഇപ്പോഴും അലീന വൈജയുടെ കയ്യിൽ നിന്നും തൊട്ടാല് ആ കൈ തട്ടി മാറ്റുകയാണ് വൈജ. അലീന അവിടെ കിടക്കുന്ന കസേര വലിച്ച് ബെഡിനോട് ചേർത്തിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് വൈജയോട് പറയുന്നുണ്ട്, മേഡത്തിന്റെ ആങ്ങളമാരുണ്ടല്ലോ, അവരാ എന്നെ തട്ടിക്കൊണ്ട് പോയത്. എന്നെ ഒരു ആൾതാമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാ അച്ഛൻ എന്നെ കണ്ടുപിടിച്ചത്. എന്നെ കാണാതെ അച്ഛൻ ഒരുപാട് വിഷമിച്ചു. ചെയ്തു പോയ സകല അപരാധങ്ങൾക്കും തെറ്റുകൾക്കും ഒക്കെ അവരെ എന്റെ കാല് പിടിപ്പിച്ച് മാപ്പ് പറയിപ്പിച്ചു അച്ഛൻ. അച്ഛൻ എന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് കേസ് ആയതോടുകൂടി അവരിതിൽ നിന്ന് പിന്മാറുകയാ ചെയ്യുന്നത്. അവരെന്നോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് ചോദിച്ചില്ലെങ്കിൽ അച്ഛൻ ഈ കേസ് പിൻവലിക്കില്ലെന്നാ പറഞ്ഞത്. പിന്നെ അവർക്ക് പെട്ടെന്നൊന്നും തിരിച്ചു പോകാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ ഓർത്തിട്ടാ അവരെന്നോട് ക്ഷമ പറയാൻ തന്നെ തയ്യാറായതെന്നൊക്കെ തന്നെ പറയുകയാണ്. വൈജയാണെങ്കിലും ആ ഒറ്റ കണ്ണുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട അലീനയെ നോക്കുന്നുണ്ട്. എന്നിട്ട് അലീന വൈജയോട് പറയുന്നുണ്ട്, ഞാൻ ആരായിരുന്നു എന്ന് മേഡം ഒരു ദിവസം അറിയും. അന്ന് ചെയ്തു പോയ തെറ്റുകളൊക്കെ ഓർത്തിട്ട് മേഡം പശ്ചാത്തപിക്കും. ആ സമയത്ത് എന്നെ ഒരുപാട് സ്നേഹിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുക എന്നൊക്കെ തന്നെ പറയുക കേട്ടോ. എന്തായാലും മേഡം എത്രയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ച് വരണമെന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് എഴുന്നേറ്റ് വൈജയുടെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം നമ്മുടെ രോഹിത്തും ബബിതയും കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. രണ്ടുപേരും അങ്ങോട്ട് വന്ന പാടെ തന്നെ അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്, കുറവായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവിടെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അലീനെ അവിടെ കാണുമ്പോഴേക്കും ഇവർക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, ഇന്ന് അമ്മയ്ക്ക് ബൈസ്റ്റാൻഡറായിട്ട് ഞാൻ നിന്നോളാം, അമ്മയുടെ കൂടെ ഞാൻ നിന്നോളാം, ഇന്ന് അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ തന്നെ ബബിത പറയുകയാണ്. അപ്പോൾ രോഹിത്ത് ഒരു അഹങ്കാരത്തോടു കൂടി തന്നെ നമ്മുടെ അലീനയെ നോക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അത് പിന്നെ മോൾക്ക് കോളേജിൽ പോകേണ്ടതല്ലേ, അമ്മയെ നോക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ അമ്മയെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല, അമ്മയുടെ സ്വന്തം മക്കളായ ഞങ്ങളിവിടെ ഉണ്ടല്ലോ, ഏതായാലും നിന്നെപ്പോലെ ഒരുത്തിയുടെ സഹായമൊന്നും എൻ്റെ അമ്മയ്ക്ക് ആവശ്യമില്ല, ഇന്നിവിടെ ബബിത നിന്നോളും, നീ നിന്റെ അച്ഛനടുത്ത് പോയി പരാതി പറയടി എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന രോഹിത്തിനെ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട്. ഓരും പേരും അറിയാത്ത നിന്നെപ്പോലെ ഒരുത്തിയുടെ സഹായമൊന്നും എൻ്റെ അമ്മയ്ക്ക് വേണ്ടടി, എൻ്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനേ അമ്മയുടെ സ്വന്തം മക്കൾ ഇവിടെ ഉണ്ട്, ഒരെണ്ണം വലിയ കൂട്ടത്തിൽ ഇല്ലാതെ പോയുള്ളൂ, സാരമില്ല, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, ഞങ്ങൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം, ഇനി അമ്മയെ നോക്കാനാന്നും പറഞ്ഞ് നീ ഇവിടെ വരേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ അമ്മയെ നോക്കാനായിട്ട് കുറച്ചു ദിവസം കോളേജിൽ പോയില്ലെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ആർക്കും ശല്യമാകാതെ ഒന്നിറങ്ങി പോയിക്കൂടെ എന്നിങ്ങനെ രോഹിത്ത് അലീനയോട് ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടില്ല, എൻ്റെ അച്ഛൻ്റെ സമ്മതപ്രകാരമാണ് ഞാനിവിടെ വന്നേക്കുന്നത്, അതുപോലെ തന്നെ ഞാൻ ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് ബോധ്യപ്പെടുത്തേണ്ടവരെല്ലാം ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, അച്ഛനാണ് എന്നെ മേഡത്തിൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞ് കൊണ്ടുവന്ന് ആക്കിയതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്യും, എനിക്കതിന് ആരുടെയും സമ്മതവും സപ്പോർട്ടോ ഒന്നും തന്നെ ആവശ്യമില്ല, എൻ്റെ അച്ഛൻ സമ്മതിച്ചല്ലോ, എനിക്കത് മതി എന്നിങ്ങനെ പറയുമ്പോഴേക്കും രോഹിത്ത് പറയുന്നുണ്ട്, ദേ കൂടുതൽ വിളച്ചെടുക്കാതെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോണം, നിന്റെ സഹായം തൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഏതോ ഒരു പിഴച്ച സ്ത്രീയലടി നിന്നെ പ്രസവിച്ചത്, എന്നിട്ട് കണ്ട തെരുവിലൊക്കെ നടന്നു വളർന്ന നീയാണോട് ഇപ്പൊ ഇവിടെ വന്ന് വലിയ വാചകം പറയുന്നത്, ദേ നിന്നോട് ഞാൻ മര്യാദയ്ക്കൊരു കാര്യം പറഞ്ഞേക്കാം, അച്ഛൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടെന്നും പറഞ്ഞ് നീ എല്ലാ കാര്യത്തിലും കൂടുതലായിട്ട് ഇങ്ങോട്ട് ഇടപെടാൻ വരണ്ട, ഞങ്ങളുടെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനേ ഞങ്ങൾക്കറിയാം, മര്യാദയ്ക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്ന് നീ ഇറങ്ങിക്കോണം എന്നൊക്കെ നമ്മുടെ രോഹിത് അലീനോട് പറയുന്നുണ്ട്. ആ സമയം തന്നെ അങ്ങോട്ടേക്ക് ആ നേഴ്സ് കയറി വരിക കേട്ടോ. എന്താ ഇവിടെ ഒച്ചയും ബഹളവും ഒക്കെ, ഇത്രയും സീരിയസ് കണ്ടീഷനുള്ള ഒരു പേഷ്യന്റ് മുറി കിടന്നാണോ നിങ്ങൾ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്, ഇവിടെ സൈലൻസ് ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ, വെറുതെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി പേഷ്യന്റിനെ ശല്യം ചെയ്യാതെ നിങ്ങളെല്ലാവരും ഒന്ന് ഇറങ്ങിപ്പോക്കേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ ഇന്നിവിടെ ബൈസ്റ്റാൻഡറായിട്ട് അമ്മയ്ക്ക് കൂട്ടു നിൽക്കാൻ വന്നതാ, അമ്മയുടെ കൂടെ ഇന്ന് മുഴുവൻ ഞാൻ തന്നെ ഇവിടെ നിന്നോളാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും അയ്യോ അത് പറ്റില്ല, ഇന്ന് എന്തായാലും അലീന തന്നെയാണ് ഇവിടെ നിൽക്കേണ്ടത്, ഓരോ ദിവസം ഇവിടെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നവരുടെ സൈനൊക്കെ നേരത്തെ തന്നെ നമ്മൾ മേടിച്ചു വെക്കും, ഇവരുടെ മൂത്ത മോളായ അലീനയും പിന്നെ ആ സ്ത്രീയുമാണല്ലോ ഇവിടെ മാറി മാറി നിൽക്കാറുള്ളത്, അതുകൊണ്ട് അവർ തന്നെ ഇനി അങ്ങോട്ടേക്ക് നിന്നാലും മതി എന്നിങ്ങനെ പറയുകയാണ്, അതുകൊണ്ട് തൽക്കാലം ഇപ്പം നിങ്ങളുടെ ആവശ്യമില്ല, പിന്നെ ഈ കുട്ടിക്ക് അത്യാവശ്യം പേഷ്യൻറ്റിനെ കെയർ ചെയ്യാനൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് ഈ കുട്ടി തന്നെ ഇവിടെ നിൽക്കുന്നതാണ് ഞങ്ങൾക്കും സൗകര്യം എന്നിങ്ങനെ നേഴ്സുമാർ പറയുകയാണ്.
പിന്നെ ഇപ്പോഴും ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് 5 മിനിറ്റ് കൂടുതൽ ആരും തന്നെ ഈ റൂമിലോട്ട് കടത്തി വിടാറില്ല. നിങ്ങൾ വന്നിട്ട് 5 മിനിറ്റ് കൂടുതലായല്ലോ. മതി, ഇന്നത്തെ സന്ദർശനം കഴിഞ്ഞു. ഇനി നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിക്ക് എന്നിങ്ങനെ നേഴ്സ് പറയുകയാണ്. രോഹിത് പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ലെന്നേ. ഇവൾ ആരാന്ന് അറിഞ്ഞോണ്ടാ നിങ്ങൾ ഈ പറയുന്നത്? ഇവള് ഞങ്ങളുടെ അമ്മയുടെ മൂത്ത മോളൊന്നും അല്ല. എന്റെ അച്ഛനെന്ന് പറയുന്ന ആൾക്ക് വേറെ ഏതോ ഒരു സ്ത്രീയിലുണ്ടായ മോളാ ഇവള്. അതുകൊണ്ട് എന്റെ അമ്മയ്ക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ ഇവളെ ഞാൻ സമ്മതിക്കുകയല്ല. എന്റെ അമ്മ പ്രസവിച്ച മോള് ഇവിടെ നിൽക്കുന്നു. ഇവളുണ്ടല്ലോ ഇവിടെ, ഇവള് നോക്കിക്കോളും അമ്മയുടെ കാര്യങ്ങളൊക്കെ. എന്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടെ ഞങ്ങൾ മക്കളുള്ളപ്പം പുറത്തുനിന്ന് ഒരുത്തിയുടെ ആവശ്യമില്ല എന്നൊക്കെ തന്നെ പറയുകയാണ്. അപ്പൊ നേഴ്സ് പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ കുടുംബക്കാരിയല്ലേ, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ റൂൾസ് അനുസരിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അലീനയാണ് ഇന്നത്തെ ഇവരുടെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നെന്നുള്ളതൊക്കെ നേരത്തെ എഴുതി ഒപ്പിട്ടതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അമ്മയ്ക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ വന്ന് അറിയിച്ചാൽ മതി. അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. മതി മതി, 5 മിനിറ്റ് കൂടുതലായി. ഇനിയും നിങ്ങളെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവസാനം ഉത്തരം പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് തന്നെ ആ നേഴ്സ് അവരെ പിടിച്ച് പുറത്താക്കുന്നുണ്ട്. അലീനയെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടാണ് കേട്ടോ രോഹിത്തും ബബിതയും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അവരെ ഇറക്കി ഡോർ അടച്ചിട്ട് നേഴ്സ് അലീനയോട് പറയുന്നുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതാ, രജിസ്റ്ററിൽ ഒപ്പൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കൂടെ ഒരാൾ വേണം, അത്രയേ ഉള്ളൂ. പിന്നെ ആ പിള്ളേർ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? ഇങ്ങനെ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ കെയർ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പോലും അവർക്ക് അറിയില്ലല്ലോ. പിന്നെ അവരൊക്കെ ബൈസ്റ്റാൻഡറാന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയിട്ട് എന്താ പ്രയോജനമുള്ളേ? ഞങ്ങൾക്ക് വീണ്ടും അതൊരു തലവേദനയായി മാറുകയുള്ളൂ. അതിലും ഭേദം അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന കുട്ടി തന്നെ ഇവിടെ നിൽക്കുന്ന തന്നെ ഞങ്ങൾക്ക് സൗകര്യം എന്നിങ്ങനെ പറയുകയാണ്. രണ്ടുപേരുടെയും സംസാരമൊക്കെ കേട്ടപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നതാ. സെക്യൂരിറ്റിയെ വിളിച്ച് രണ്ടുപേരും പുറത്താക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ലായിരുന്നു. പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചതാ. എന്ത് ചെയ്യാനാ മോളെ, ഇങ്ങനെയുള്ള കുറെ എണ്ണം ഈ ഭൂമിയിലുണ്ട്. മറ്റുള്ളവരുടെ വിഷമങ്ങളോ മറ്റുള്ളവരുടെ സാഹചര്യങ്ങളോ ഒന്നും മനസ്സിലാക്കാൻ ഇവരെ പോലുള്ളവർക്കൊന്നും അറിയില്ലെന്നേ. അത് ഞാൻ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള കാരണം. കാശുള്ള കുടുംബത്തിലെയാണെന്നും പറഞ്ഞ് ഇത്രയ്ക്ക് അഹങ്കാരം പാടുണ്ടോ? എത്ര കാശുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ദേ ഇതുപോലൊരു ആക്സിഡന്റ് ആയാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. ആ ഒരു ഓർമ്മ എപ്പോഴും ഉള്ളത് നല്ലത് തന്നെയാ. ഇതിപ്പം ഈ മേഡത്തിന്റെ കാര്യം മാത്രമല്ല, എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയല്ലേ. അറിഞ്ഞിടത്തോളം വെച്ച് കുട്ടിയുടെ ഭാഗത്ത് ഒരു തെറ്റില്ലെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ കുട്ടിയുടെ അച്ഛൻ തെറ്റ് ചെയ്തതിൽ കുട്ടി എന്ത് പിഴച്ചു? അതിന് മോളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യമുള്ളേ? ചെയ്തു പോയ തെറ്റിന് അങ്ങനെയെങ്കിലും മോളുടെ അച്ഛൻ ഇപ്പൊ ഒരു പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ടല്ലോ. മോളെ സ്വന്തം മോളെ പോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യം. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളവരെ പോലും കാണാൻ പറ്റില്ല. എന്തായാലും മോക്ക് അതിനുള്ള ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ നേഴ്സ് അവിടുന്ന് പോകുന്നുണ്ട്. അതേ സമയത്ത് ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് വൈജയ്ക്ക് നല്ല ദേഷ്യം വന്നിരിക്കുകയാണ്. ആ നേഴ്സിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് കേട്ടോ വൈജയ്ക്ക്. അങ്ങനെ അമ്മയുടെ അടുത്തുനിന്ന് ഇറക്കി വിട്ട ദേഷ്യത്തില് ബബിതും രോഹിത്തും അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അങ്ങോട്ടേക്ക് തന്നെ ശിവനും രാജീവനും ഒക്കെ കൂടിയിട്ട് വരുന്നുണ്ട്. രാജീവൻ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, എന്താ പുറത്തേക്കുന്നേ? അകത്ത് കയറി അമ്മയെ കണ്ടില്ലേ? അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, ഞങ്ങൾ കയറിയായിരുന്നു, അമ്മയെ കണ്ടു. 5 മിനിറ്റ് കൂടുതൽ അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല. അകത്ത് അവളുണ്ട്, അലീന. ഞാൻ പറഞ്ഞതാ ഞാൻ ഇന്ന് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാമെന്ന്. പക്ഷെ അവിടെ നിൽക്കുന്ന നേഴ്സ് സമ്മതിക്കുന്നില്ല. അലീന നിൽക്കുന്ന നല്ലതെന്നാ അവര് പറയുന്നത്. അലീന നിന്നാ മതിയെന്ന് അവർക്ക് ഒരേ നിർബന്ധം. സ്വന്തം മക്കളായ ഞങ്ങളിങ്ങനെ നോക്കൂത്തികളെ പോലെ നിൽക്കാനാ ഞങ്ങളുടെയൊക്കെ വിധി എന്നിങ്ങനെ ബബിത പറയുന്നുണ്ട്. എന്ത് മോശമായിട്ടാ ആ നേഴ്സ് ഞങ്ങളോട് സംസാരിച്ചെന്നറിയാവോ? അവർ ഞങ്ങളെ ബലമായിട്ട് പിടിച്ച് ഇറക്കി വിടുന്ന പോലെ ഇറക്കി വിട്ടത്. എന്നിട്ട് അലീനെ അവർ സപ്പോർട്ട് ചെയ്ത് അവിടെ നിർത്തിയേക്കുന്നു എന്നിങ്ങനെ രോഹിത് ദേഷ്യപ്പെട്ട് രാജീവിനോട് പറയുന്നുണ്ട്. അങ്കിള് പോയി ഒന്ന് സംസാരിക്കേ. അങ്ങനെ അവൾ മാത്രം എന്തിനാ അമ്മയുടെ അടുത്ത് നിൽക്കുന്നേ? ബബിത ഇന്ന് അമ്മയുടെ അടുത്ത് നിൽക്കട്ടെ. എന്നാലും അമ്മ പ്രസവിച്ച മോള് തന്നെയല്ലേ ബബിത. എവിടെയോ കിടന്ന് വലിഞ്ഞു കയറി വന്നവർക്കൊക്കെ അമ്മയെ പരിചരിക്കാനും അമ്മയുടെ അടുത്ത് നിൽക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. സ്വന്തം മക്കളായ ഞങ്ങൾക്ക് മാത്രം അതിനുള്ള ഒരവകാശവും ഇല്ല. ഇതൊക്കെ എവിടുത്തെ നിയമമാ അങ്കിള് പോയി ഒന്ന് സംസാരിക്കുക. എന്തായാലും ഇന്ന് എന്റെ വാശിയാ. ബബിത തന്നെ ഇന്ന് ബൈസ്റ്റാൻഡറായിട്ട് ഇവിടെ നിൽക്കണം. അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നൊക്കെ തന്നെ രോഹിത് ഇങ്ങനെ പറയുകയാണ്. അമ്മയ്ക്കാണെങ്കിൽ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവൾ ചെയ്തു കൊടുക്കുന്ന ഒന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. പിന്നെ എന്തിനാ അവളെ തന്നെ അവരവിടെ പിടിച്ചു നിർത്താൻ നോക്കുന്നെന്നുള്ളതാ എനിക്ക് മനസ്സിലാകാതെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, അത് പിന്നെ മോനെ, അതൊക്കെ ഹോസ്പിറ്റലിന്റെ ഓരോ റൂളുകളല്ലേ. ഞാൻ പറഞ്ഞില്ലേ, അവളെ ഏതോ കോഴ്സൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് വൈജയെ കെയർ ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നല്ലേ അവര് പറയുന്നത്. വൈജയെ അധികം ബുദ്ധിമുട്ടിക്കാതെ തന്നെ വൈജയുടെ കാര്യങ്ങളെല്ലാം അവൾ നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും നേഴ്സ് അലീന എന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞത്. പിന്നെ ബബിതമോൾ അവിടെ നിന്നാലും ബബിതമോൾക്ക് കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യാനുള്ളത് അറിയാവോ? നിങ്ങൾ എന്തായാലും അതൊക്കെ വിട്ടുകളാ, അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. രണ്ടുപേർക്കും അമ്മയെ കാണാൻ പറ്റിയില്ലേ? അമ്മയുടെ അടുത്ത് 5 മിനിറ്റ് നിൽക്കാൻ പറ്റിയില്ലേ? എന്നാ ഇനി നിങ്ങൾ ഇവിടെ നിന്ന് മുഷിയാൻ നിൽക്കണ്ട. നിങ്ങൾ നേരെ കൊല്ലപ്പള്ളിയിലോട്ട് പൊയ്ക്കോ, നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനൊക്കെ ഇല്ലേ എന്നിങ്ങനെ ശിവൻ പറയുമ്പോഴേക്കും അപ്പൊ രോഹിത് ചോദിക്കുന്നുണ്ട്, എന്താ അങ്കിളെ ഇതൊക്കെ? ഇന്ന് അമ്മയ്ക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെയല്ലേ ഇവളിങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ടും അവളെ അവിടെ പിടിച്ചു നിർത്താനാണോ നിങ്ങൾ നോക്കുന്നത്?
എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അവളുടെ മുമ്പിൽ അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പം ബബിത പറയുന്നുണ്ട്, അതെ അങ്കിളെ, നമുക്ക് ബൈസ്റ്റാൻഡറായിട്ട് ഞാൻ നിന്നോളാം, അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ്. ആ അലീന എന്ന് പറയുന്ന പോലെ അമ്മയുടെ റൂമിൽ നിന്ന് ഇറക്കി വിടുക തന്നെ ചെയ്യണം എന്നൊക്കെ നമ്മുടെ ബബിതയും പറയുമ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, ഞങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വൈകിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടന്ന് അടിയും വഴക്കം ഉണ്ടാക്കുന്നത് ശരിയാണോ മോളെ? അവൾ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, അവൾ നോക്കിക്കോളും വൈജയെ. നിങ്ങൾക്കറിയാത്ത കാര്യമല്ലേ അതൊക്കെ, പിന്നെ നിങ്ങൾ എന്തിനാ അതോർത്ത് ബുദ്ധിമുട്ടുന്നേ? അവൾ നിൽക്കുന്നെങ്കിൽ അവൾ നിന്നോട്ടെ. ബാലചന്ദ്രൻ പറഞ്ഞിട്ടല്ലേ അവൾ അവിടെ വന്ന് നിൽക്കുന്നേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. തൽക്കാലം നിങ്ങൾ അതൊന്നും മനസ്സിൽ വെക്കേണ്ട. അമ്മ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് വരണം, അത് മാത്രം മതി നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾ രണ്ടുപേരും കൊല്ലപ്പള്ളിക്ക് പൊയ്ക്കോ എന്നും പറഞ്ഞിട്ട് തന്നെ അവരവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ആ സമയത്ത് രാജീവൻ ശിവനോട് ചോദിക്കുന്നുണ്ട്, അല്ലേട്ടാ, നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ ബാലചന്ദ്രന്റെ അഹങ്കാരം ഇനി മുതൽ നമ്മൾ സഹിച്ചു തന്നെ നിൽക്കണോ? ഇതൊക്കെ സഹിച്ചു പോകാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലോ ശിവേട്ട എന്നിങ്ങനെ രാജു പറയുമ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ രാജീവ, ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? വരുന്നൊക്കെ അനുഭവിക്കുക, അല്ലാതെ എന്ത് പറയാനാ? വൈജയോട് ഒരിക്കലും സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പം അയാളുടെ ഇഷ്ടത്തിനൊത്ത് തുള്ളാനല്ലേ നമുക്ക് കഴിയുള്ളൂ. എല്ലാം കൂടെ ആലോചിച്ചിട്ട് എനിക്ക് തല പെരുക്കുന്ന പോലെ ഉണ്ട് എന്നിങ്ങനെ രാജുവും പറയുമ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, അതെ, എനിക്കും അങ്ങനെ തന്നെയാ. എന്താ ചെയ്യണ്ടേ, എങ്ങനെയാ ചെയ്യണ്ടേ, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇതിപ്പോ ആരോടൊക്കെ സത്യം പറയും, ആരോടൊക്കെ സത്യം പറയാതിരിക്കും, എങ്ങനെ ഇതൊക്കെ മൂടിമറിച്ച് മുന്നോട്ട് പോകാൻ പറ്റും, ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല രാജീവ. ഇനി 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും വൈജയെ ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അലീന അവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായും വൈജ അങ്ങോട്ടേക്ക് പോയില്ല. അതേ സമയത്ത് കൊല്ലപ്പള്ളിയിലോട്ടും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. പിന്നെ കൊല്ലപ്പള്ളിക്ക് എങ്ങാനും അവളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ അങ്ങോട്ടേക്കേ പോവില്ല. അവള് പിന്നെ ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കാൻ നോക്കും. ബാലചന്ദ്രന്റെ മനസ്സിലും അങ്ങനെ തന്നെയാണല്ലോ. വൈജയോട് ഇപ്പോൾ ഒരു തരി പോലും സ്നേഹം ബാലചന്ദ്രനില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വൈജ ഇവിടെ താമസം തുടങ്ങിയ പിന്നെ ഇവരുടെ ബന്ധം കൂടുതൽ കൂടുതൽ അകന്നു പോകും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല രാജീവ. എങ്ങനെയെങ്കിലും ഈ കുടുംബം ഒന്നിച്ചേ പറ്റുള്ളൂ. വൈജയെ ഡിസ്ചാർജ് ചെയ്ത് നേരെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് തന്നെ വേണം കൊണ്ടുപോകാൻ. ഈ വിഷയത്തിൽ ബാലചന്ദ്രനെ നമുക്ക് ചൊടിപ്പിക്കാൻ കഴിയില്ല. ആരുടെയെങ്കിലും വായിൽ നിന്ന് സത്യം വൈജ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നഷ്ടമാകാൻ പോകുന്നത് നമ്മുടെ പെങ്ങളായിരിക്കും. അല്ലാതെ അയാൾക്ക് അതുകൊണ്ട് എന്ത് നഷ്ടം ഉണ്ടാകാനാ എന്നിങ്ങനെ തന്നെ ശിവൻ പറയുന്നുണ്ട്. രാജീവൻ പറയുന്നുണ്ട്, അതാ ഞാനും ആലോചിക്കുന്നേ, എങ്ങനെയെങ്കിലും മലിനെ അവിടുന്ന് മാറ്റണം. അവളെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? ബാലചന്ദ്രൻ അതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അലീനയെ നമ്മുടെ ആരുടെയും വീട്ടിൽ അങ്ങനെ നിർത്താനും ഒക്കില്ല. വൈജ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ അവളെ സംരക്ഷിക്കുന്നെന്നുള്ളൊരു ചോദ്യം വരികയല്ലേ. ഇനിയിപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു വഴിയെ കാണുന്നുള്ളൂ ശിവേട്ട. അവളെ എന്തെങ്കിലും പഠിക്കാനായിട്ട് അയച്ചാലോ? എന്നിട്ട് അവളുടെ പഠനമൊക്കെ പൂർത്തിയായി വരുമ്പോഴേക്കും അവൾക്ക് പറ്റിയ നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് അവളുടെ കല്യാണം അങ്ങ് നടത്തി കൊടുത്തേക്കാം. പിന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലല്ലോ. നമുക്ക് എന്തായാലും ഇതേപ്പറ്റി ഗംഗേട്ടനോടൊന്ന് സംസാരിക്കണം. ഗംഗേട്ടൻ പറഞ്ഞാലേ ബാലചന്ദ്രൻ എന്തെങ്കിലുമൊക്കെ കേൾക്കുള്ളൂ. നമ്മൾ പറയുന്നൊന്നും അയാൾ ഇപ്പൊ ചെവി കൊള്ളുന്ന പോലും ഇല്ല. എന്തായാലും അലീന ഇവിടുന്ന് പോയാൽ മാത്രമേ നമ്മുടെ പെങ്ങൾക്ക് ഇനി ഒരു ജീവിതമുള്ളൂ. അലീന സ്വന്തം മോളാന്നുള്ള കാര്യം ഒരിക്കലും വൈജയം അറിയാൻ പാടില്ലല്ലോ. അവൾ എങ്ങാനും ഈ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ പ്രശ്നങ്ങൾ വഷളാകും. പിന്നെ നമ്മൾ പിടിച്ചെടുത്ത് പോലും നിൽക്കില്ല എന്ന് തന്നെ നമ്മുടെ രാജീവൻ പറയുന്നുണ്ട്. അങ്ങനെ രാജീവനും ശിവനും പുറത്തിരുന്നുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ സംസാരിച്ചു